എടാ സ്കീസോഫ്രീനിയ നന്നായിട്ടറിയാം എന്തുവാണെന്ന് മനസ്സിലായോ? തോന്നൽ രോഗം അതാണ്. ഇവിടോട്ട് ആണുങ്ങൾ കയറുന്നു, ഇവിടോട്ട് രാത്രിയിൽ ആണുങ്ങൾ വരുന്നു, ലൈറ്റിട്ട് കിടക്കുന്നു. പിന്നെ ലൈറ്റിട്ട് കിടന്നുറങ്ങുന്നത് എന്തിനാടി ലൈറ്റിട്ട് കിടന്നുറങ്ങുന്നത്? പിന്നെ കണ്ടവരുടെ വീടിൻ്റെ മുന്നിലൊക്കെ വണ്ടി വരുന്നത് നിൽക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് വണ്ടി കിടക്കുന്നതെന്നൊക്കെ അവന്മാർക്ക് തോന്നുക. എന്തുവാടാ മോഹൻ സിംഗിൻ്റെ കാർ ഇവിടെ ആണോ കിടക്കുന്നത്? എടാ കണ്ടവരുടെ ഇവൻ്റെ വീട്ടിൽ വരുന്ന വണ്ടിയൊക്കെ ഞങ്ങളുടെ വീട്ടിലല്ല വരുന്നത്, ഇവൻ്റെ വീട്ടിലാണ് വരുന്നത് കേട്ടോടാ. ഇതൊക്കെ പൊക്കിക്കെട്ടി ഇങ്ങനെ മറച്ചു വെച്ച് പല പല തോന്നൽ രോഗങ്ങൾ നടത്തുന്നുണ്ട്. എന്ത് ചെയ്യാനാടാ? ഞങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് ആരാണ്ട് കയറുന്നു. ഞങ്ങൾ മാസ്ക് ഒന്നും വെച്ച് ആൾമാറാട്ടമൊന്നും നടത്തുന്നില്ലടാ. ഇതുവഴി ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ മാസ്ക് ഒക്കെ വെച്ച് ആൾമാറാട്ടം നടത്തുക. അതുപോലെ ഇടാ പറഞ്ഞിടാ ആൾക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞു. ഇതുപോലെ പണ്ടത്തെ ഞാൻ ഇതാക്കിയ കാര്യങ്ങളെല്ലാം ഇവൻ പറയുക തന്നെ ചെയ്ത് SNDPയിലുള്ള ആൾക്കാരെല്ലാം കേൾക്കുകയും ചെയ്യുന്നു. സുബ്രഹ്മണ്യൻ്റെ മോൻ ഇങ്ങനെ അങ്ങ് വിളിച്ച് പോവുമായിരുന്നു, ഓൺലൈൻ ഇരിക്കുന്നേന്ന്. അവനങ്ങ് തോന്നുമായിരുന്നായിരിക്കും അവൻ്റെ മോൻ ഓൺലൈൻ ഇരിക്കുവാണെന്നോ എന്തുവാണെന്നോ തോന്നലെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ഫോണിനകത്തൊന്നും ഇവനൊന്നും ഇല്ല, ഇന്നും ഇല്ല, അന്നും ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പോഴും ഞങ്ങളുടെ എൻ്റെ ഫോണല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതാക്കി ഇടുന്നുണ്ട്. ആരാ എൻ്റെ ഫോണിലുള്ളതെന്നും എല്ലാവർക്കും അറിയാം കേട്ടോടാ. എടാ ഞങ്ങൾക്ക് സ്കീസോഫ്രീനിയൊന്നുമില്ല, ഞങ്ങളുടെ വീട്ടിലാരും വരുന്നെന്നോ ഒന്നും ഒരു തോന്നലും ഇല്ല. ഞങ്ങളുടെ വീട്ടിലാരും വരുന്നില്ല, ഞങ്ങളുടെ വീട്ടിൽ വണ്ടിയില്ല, വള്ളമില്ലൊന്നുമില്ല. മനസ്സിലായിട്ടാ? ഞങ്ങൾക്ക് ഒരു തോന്നലില്ല. കണ്ടില്ലേ? ഞങ്ങൾക്ക് വല്ല തോന്നുന്നുണ്ടോ? ഇവിടെ വണ്ടി ഇല്ലെന്നാടാ പറയുന്നത്. ഇവിടെ ആരും വണ്ടിയുന്നില്ല. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ്. നീ കാണുന്നില്ലയോ ഞാൻ ഇടുന്നത്? ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ്, ഞാൻ ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്. ഇവിടെ വേറെ സ്ഥലമാണെന്നും തോന്നുന്നില്ല. ഇത് ഓലകെട്ടിയമ്പലം സഹദേവ മന്ദിരമാണ്, ഇത് എൻ്റെ വീടാണ്, എൻ്റെ പേരിലുള്ള വീടാണ്. എടാ മനസ്സിലായോ? മനസ്സിലായില്ലയോടാ? ഞങ്ങൾക്ക് ആൾമാറാട്ടം തേണ്ട ഈ സഹദേവ മന്ദിരം ഒരു തോന്നലും ഇല്ല മോനെ. എൻ്റെ അമ്മ രത്നമ്മ VK ഇവിടെ കിടന്നുറങ്ങുന്നത് കണ്ടോടാ. എടാ ഇത് രത്നമ്മ VK ഇവിടെ കിടന്നുറങ്ങുന്നത്. എടാ ഞങ്ങൾക്ക് ഒരു തോന്നലും ഇല്ല, എല്ലാം നോർമലായിട്ടുള്ള തോന്നലാണ്. പിന്നെ അതുപോലെ മണ്ണെണ്ണയുടെ മണവും പിന്നെ പലതും വരുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത് മണ്ണെണ്ണ മണം വരുന്നു. ഇങ്ങനെ പുകയിടുമ്പോഴാണ് പറയുന്നത് പുക വരുന്നു. അപ്പോഴത്തേന് പുക ഇങ്ങനെ ഞങ്ങളുടെ മുറിക്കകത്ത് ഫുള്ളങ്ങ് പുകയാടാ. അന്നേരം ഞങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ പുകയ്ക്കുകയാണ്. മനസ്സിലായില്ലേ? എടാ എല്ലാം വിത്ത് എവിഡൻസാണ് നമ്മൾ പറയുന്നത് കേട്ടോടാ മോനെ. ഞങ്ങളുടെ വൈഫൈ കളയുമ്പോഴാണ് വൈഫൈ സ്ക്രീൻഷോട്ട് എടുത്തിടുന്നുണ്ട്. വൈഫൈ ഇല്ല, മനസ്സിലായില്ലയോ? വൈഫൈ ഇതിനകത്ത് പോയി ഞങ്ങളുടെ അവിടെ വൈഫൈക്കകത്തൊന്നും ഒരു കുഴപ്പവും കാണത്തില്ല. അതൊന്നും തോന്നലാന്നോടാ മോനെ? അയ്യോ ഒന്നും ഞങ്ങൾക്ക് തോന്നലല്ല. നിനക്കാ തോന്നൽ, ഇവന്മാർക്കടാ തോന്നൽ. നീ വന്ന് നോക്കിയാൽ മതി. ഇവന്മാർക്ക് ഭയങ്കര തോന്നൽ, പിന്നെ തെറി വിളിക്കുന്ന തോന്നൽ. ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലടാ, തെറി വിളിക്കുന്ന തോന്നലൊന്നും. ഞാൻ ഇരിക്കുന്ന മാത്രമേ നോക്കി. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയോ? നീ എന്തോ പണിക്ക് പോകാത്തേടാ? നീ ഒരാണല്ലയോടാ? നീ പണിക്കൊക്കെ പോടാ. നിനക്ക് എന്തോ ഉണ്ട്? നിൻ്റെ വീട്ടിൽ വല്ലതും ഉണ്ടോടാ? നീ പണിക്കൊക്കെ പോയിരിക്കടാ. നീ എന്തോ ഇങ്ങനെ പണിക്കൊന്നും പോകാതെ ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ യൂട്യൂബിനകത്ത് ഇരുന്നൊക്കെ നോക്കി നിനക്ക് ഇരിക്കാനാണോ ഇല്ലയോടാ? നിന്നെ ആരെ ഏൽപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇതൊക്കെ നോക്കാൻ? ഞങ്ങൾക്ക് സ്കീസോഫ്രീനിയ എല്ലാ ഫ്രീനിയെക്കുറിച്ചും അറിയാം നല്ലപോലെ കേട്ടോ, നല്ലപോലെ അറിയാം സ്കീസോഫ്രീനിയൊക്കെ. ഞങ്ങൾക്കൊന്നും തോന്നില്ല. ഞങ്ങൾ വിത്ത് എവിഡൻസ് ആയി കൊടുക്കുന്നത്. ഞങ്ങളുടെ മോട്ടർ ഓഫ് ആക്കുന്നത് വിത്ത് എവിഡൻസ് ഞങ്ങളുടെ കയ്യിലുണ്ടടാ. മോട്ടർ ഓഫ് ആക്കുന്നത് എല്ലാം എവിഡൻസ് ആയിട്ടുണ്ട്. ഇപ്പം എല്ലാം എവിഡൻസോടെയാണ് ഇതാക്കുന്നത്. ഞങ്ങളുടെ നെറ്റ് കളയുക, പല സമയത്ത് നെറ്റ് കളയുക, കറണ്ട് പടപടപടപടാന്ന് കളയുക, ഇതെല്ലാം ഞങ്ങൾ വിത്ത് എവിഡൻസ് അല്ലയോടാ ഇതാക്കുന്നത്. ഒന്നും പറയാതല്ല, വിത്ത് എവിഡൻസാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കറണ്ട് പോകുമ്പോഴാടാ കറണ്ട് പോകുന്നെന്ന് പറയുന്നത്, കറണ്ട് പോകാതെ പോകുന്നെന്ന് പറയുന്നില്ല. ഞങ്ങൾ കാണിക്കും കറണ്ട് പോയേന്ന് കേട്ടോടാ. അതുപോലെ മുഖത്തോട്ട് ലേസർ ഞങ്ങളുടെ മുഖത്ത് നല്ല ഫോട്ടോ ഉണ്ട്, നല്ലപോലെ ഞങ്ങൾ ഇടുന്നുണ്ട്. ഇപ്പോൾ എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ. എൻ്റെ മുഖത്ത് ഒരുപാടും ഇല്ല, ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ പാടാക്കുക, ഇങ്ങനെ പല പല വേലകളാണ്. ലേസർ അടിക്കുക, പല പല ഇതെല്ലാം ഇതിനകത്തുണ്ടടാ നല്ലപോലെ ശരിക്കും കേട്ടോ. നീ പോയി മരുന്ന് കഴിക്കുക. അല്ലെ ഈ സുബ്രഹ്മണ്യനെയൊക്കെ പോയി വിളിച്ചുകൊണ്ട് പോയി അവൻ ഇതുവഴി ഇങ്ങനെ അവൻ്റെ മോനിങ്ങനെ പാതിരാത്രി നടക്കുന്ന ഫോട്ടോയും ഉണ്ടടാ. എന്നിട്ട് എൻ്റെ കയ്യിൽ അവൻ അവിടെ വരെ ഗേറ്റിൻ്റെ അവിടെ വരെ ഇങ്ങനെ പാതിരാത്രിക്ക് പോയിട്ട് തിരിച്ച് അതുവഴി തന്നെ അങ്ങ് പോകുമായിരുന്നു. അങ്ങനെ എന്നിട്ട് പറയാം അവൻ ഇവിടെ കയറുന്നതാന്ന്. എന്നിട്ട് സദാനന്ദമന്ത്രി സോമരാജൻ നാട്ടുകാരെല്ലാം കേക്കെയാണ് വിളിച്ച് പറഞ്ഞത് ഞാൻ അവനെ ഭർത്താവാക്കി വെച്ച്, സിജി സുബ്രഹ്മണ്യനെ ഭർത്താവാക്കി വെച്ച് പോലും. എടാ നാട്ടുകാരെല്ലാം കേട്ടടാ. അപ്പോഴോടാ ഞങ്ങളുടെ വീട്ടിൽ ആണുങ്ങളൊന്നും വരുന്നില്ല. എൻ്റെ കയ്യിൽ ഇതുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയാ ഇതിൻ്റെ കൂടെ ഉള്ളതെന്ന് ഞങ്ങൾക്കൊരു തോന്നലും ഇല്ല. ആണുങ്ങൾ വരുന്ന ആണുങ്ങളെ വിളിച്ച് കേട്ടടി ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല. മറ്റുള്ളവരോടൊന്നും ഞങ്ങൾ പറയുന്നില്ല. നീ വിളിച്ച് കേട്ടടി എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ കാര്യമാടാ നോക്കുന്നത്. നീ എന്തിനാടാ എൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത്? അയ്യോ നീ ശരിക്കും നിനക്ക് ചികിത്സ നിനക്ക് വേണം കേട്ടോ. നീ ആണല്ലേടാ? നീ കെട്ടിയതാണോടാ? നീ ഒന്നും ചെയ്യാതെ ഇങ്ങനെ എന്തോ വിഴുങ്ങാനാ നീ എന്തോ വിഴുങ്ങാനാടാ? നീ പോയി വല്ലൊക്കെ പണിയൊക്കെ ചെയ്യടാ കേട്ടോ. നീ വല്ലൊക്കെ പണിയൊക്കെ ചെയ്ത് ജീവിര് കേട്ടോടാ. ഇങ്ങനെ പെണ്ണുങ്ങൾ അതോ നിനക്കും ഇതൊക്കെയാണോ പണി? ഫോണും കൊണ്ടിരിപ്പാണോടാ പണി? നീ എവിടെ ഉള്ളതാ ഇത്? നീ ഇങ്ങനെ എൻ്റെ പുറകിൽ നിന്നെ ആരാ വിട്ടിരിക്കുന്നത്? ഗ്യാസ് ലൈറ്റ് ചെയ്യാൻ ആരാ വിട്ടിരിക്കുന്നത്? നീ അവിടെ ചെല്ല് കേട്ടോ. അർജുൻ DK നീ അവിടെ ചെല്ലേ. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ നീ അവിടെ ചെല്ല് കേട്ടോ. നീ അങ്ങോട്ട് ചെന്ന് എന്തുവാന്ന് വെച്ചാൽ ചെയ്യ്. ഞങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പോവാൻ.
കേട്ടോടാ. ഞങ്ങൾക്ക് വല്ല കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഞങ്ങൾക്ക് പോകാനൊക്കെ അറിയാം. നീ ഇങ്ങനെ എന്തിനാ നീ ഇങ്ങനെ പറയുന്നത്? നീ എന്തോ ഇത് ചെയ്യുന്നത്? സ്റ്റോക്ക് ചെയ്യുന്നത് എന്തിനാടാ? സ്റ്റോക്കിങ്ങുമായിട്ട് നടക്കുന്നത് നീ എന്തോ സ്റ്റോക്ക് ചെയ്യുന്നത് ഇങ്ങനെ? ഞങ്ങൾ കാര്യമായിട്ട് ഞങ്ങൾക്കിവിടെ ഇതുണ്ട്. ഞങ്ങളോട് ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങളുടെ മുഖം ഇങ്ങനെ പൊള്ളിയിരിക്കുന്നത്, നിങ്ങളുടെ പുരികം എന്താ ഇങ്ങനെ പറിച്ചു വെച്ചിരിക്കുന്നത്, അതിനെല്ലാം ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് കാണുന്നവർക്കൊക്കെ അറിയുകയും ചെയ്യാം. എല്ലാം അവരോട് പറയുന്നുണ്ട് കേട്ടോ. ഇതാക്കുന്നതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയും എൻ്റെ യൂട്യൂബാണ്. നിനക്കെന്താ രോഗം? നീ നിൻ്റെ രോഗം വല്ലതും നോക്കടാ കേട്ടോ. ഇവിടെ ആണുങ്ങളൊന്നും ഇല്ല. അതാണ് കണ്ടില്ല. ഇപ്പം സമയം ഉച്ച 1:53 ആയി. 1:53. ഇവിടെ ആണുങ്ങളെ ഒന്നും കയറ്റി വെച്ചിട്ടില്ല. ഞങ്ങളതാടാ പറയുന്നത്, ഉള്ളതാടാ പറയുന്നത്. ഇവിടെ നിനക്ക് തോന്നുന്നോ വല്ല വണ്ടിയും കിടക്കുന്നെന്ന്? നിനക്ക് അങ്ങനെ വല്ല വണ്ടിയും കിടക്കുന്നെന്നോ ബൈക്ക് വല്ലതും ഇരിക്കുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ നിനക്ക് തോന്നൽ രോഗമുണ്ട്. എനിക്കതുകൊണ്ട് ഞാനിവിടെ ഇത് എൻ്റെ വീട് സഹദേവ മന്ദിരം. ഞാൻ കാണിക്കുന്നില്ല ഈ സഹദേവ മന്ദിരമാണെന്ന്. നിനക്കെന്തോ രോഗം എനിക്ക് മനസ്സിലാവുന്നില്ല. നിൻ്റെ രോഗം പോയി ചികിത്സ ചെയ്ത്. ഇതാ സ്കീസോഫ്രീനിയ കേട്ടോ. നിനക്ക് ഭയങ്കര തോന്നലാ കേട്ടോടാ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ രാത്രിയിൽ ഞങ്ങളുടെ വെള്ളത്തിൽ കലക്കാൻ വന്നവൻ്റെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടെടാ. രാത്രിയിൽ ഇവിടെ വന്നതാണെന്ന്. തോന്നലൊന്നും അല്ല, അതെല്ലാം ഉള്ളതാ. അവനിവിടെ വന്നെന്നുള്ളതിൻ്റെ തെളിവുമുണ്ട്. 11 മണിക്ക് ഇവിടെ വന്നതും എല്ലാം ഞങ്ങളുടെ ഈ തെളിവുണ്ട്. എൻ്റെ ഈ തെളിവുണ്ട്, പറയുന്നതെല്ലാം കറക്റ്റാണെന്നുള്ളത് കേട്ടോ. അതുപോലെ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വന്ന് പലരും ബൈക്ക് തിരിച്ചുകൊണ്ട് പോവുക. ഇതൊക്കെ കാണിക്കുന്നതാടാ പറയുന്നത്, അല്ലാതെ ഒന്നും പറയുന്നില്ല. കാണിക്കുന്നതാ മോനെ പറയുന്നത്. ചീത്ത വിളിക്കുന്നതാ പറയുന്നത്. വിത്ത് എവിഡൻസ് അല്ലേ പറയുന്നത്. ചീത്ത വിളിക്കുന്നതെന്ന് തോന്നുമല്ല. അവനങ്ങ് ചീത്ത വിളിക്കുക. ഞങ്ങളുടെ വസ്തുവിനകത്ത് ഉള്ള സാധനം പറിക്കാനും പറക്കാനും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അവനങ്ങ് ചീത്ത വിളിക്കുക. അവനെന്തൊക്കെയോ തോന്നൽ എന്തുവാന്നാ. ഞങ്ങളവൻ്റെ പുള്ളിയുടെ കീഴിലോട്ട് പോകുന്നേ ഇല്ല. ഞങ്ങൾ കല്ലിനിപ്പുറത്താണ് നിൽക്കുന്നത്. പുള്ളിയുടെ ചോട്ടി വന്ന് നിൽക്കുന്നത്. പുള്ളിയുടെ ചോട്ടി ഞങ്ങളുടെ വസ്തുവിനകത്താണ് നിൽക്കുന്നത്. കല്ലിനിപ്പുറത്ത് ഞങ്ങളുടെ വസ്തുവിൻ്റെ അതിന് കല്ലിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ 17 സെൻറ്റ് വസ്തുവിൻ്റെ അപ്പുറത്ത് കല്ലിട്ടിട്ടുണ്ട്. വടക്ക് വശത്ത് കല്ലിട്ടിട്ടുണ്ട്. ഞങ്ങളതിനിപ്പുറത്താണ് എപ്പോഴും നിൽക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ ഇവനങ്ങ് തോന്നുക ഞങ്ങൾ അവൻ്റെ പുളിച്ചോട്ടിൽ ചെന്ന് നിൽക്കുന്നത്. പുളിച്ചോട്ടിലൊന്നും അല്ല, ഞങ്ങളുടെ വസ്തുവിനകത്താണ് നിൽക്കുന്നത്. അവനാ തോന്നുന്നത്. എന്ത് ചെയ്യാനാടാ? നീ അവനെ പിടിച്ചുകൊണ്ട് പോയി ചികിത്സിച്ച് കേട്ടോ. ഇവിടെ ആണുങ്ങൾ വരുന്നെന്നോ പിന്നെ ചുവന്ന തെരുവെന്ന് എഴുതി വെക്കാനെന്നൊക്കെ അവനാ പറയുന്നത്. ഞങ്ങളിതൊന്നും പറയുന്നില്ല. അവൻ്റെ വീട്ടിലോട്ടുള്ള ഒരു വഴിയാണ്, വലിയ നാശമാണ്. അവൻ്റെ വഴിയെന്നങ്ങ് പറയാം. ഞങ്ങൾ അവൻ്റെ വഴിയിൽ ഇറങ്ങാറേ ഇല്ല. ആരെങ്കിലും ഫോട്ടോ എടുക്കട്ടെടാ ഞങ്ങൾ അവൻ്റെ വഴിയിൽ ഇറങ്ങി നിൽക്കുന്നത്. ചുണയുള്ള ആരെങ്കിലും ഫോട്ടോ എടുക്കട്ടെ. അവൻ്റെ വഴി തടയുന്നതോ അല്ലെങ്കിൽ അവൻ്റെ വഴി ഞങ്ങൾ ഇറങ്ങി നിൽക്കുന്നതെന്നോ ഒക്കെ ഉള്ളത് ഫോട്ടോ എടുക്കട്ടെ. എന്നിട്ട് പറ ഞങ്ങൾ അവൻ്റെ വഴിയിൽ ഇറങ്ങി നിൽക്കുന്നെന്ന്. കാണീര് വഴിയെന്ന് അവനങ്ങ് തോന്നുക. എന്തൊക്കെയോ തോന്നല അവന്. എന്തുവാന്നറിയത്തില്ല അവൻ്റെ തോന്നൽ എന്തുവാന്ന്. ഭയങ്കര രോഗം അവന്, ഭയങ്കര തീരാത്ത രോഗം. നീ എന്തിനാടാ സ്റ്റോക്ക് ചെയ്യുന്നത്? നിനക്ക് ജോലിയും വേലയും കൂലിയൊന്നും ഇല്ലയോടാ? നിനക്കിതാണോ ജോലി? നിനക്ക് എത്ര വയസ്സുണ്ട്? എടാ ഇത് ഫോണും പിടിച്ചിരിപ്പാന്നോ നീ ജോലി? ദീപായസ് പണിക്കർ എന്ത് ഇടുന്നെന്ന് നോക്കിയിരിക്കുകയാണോ? നിന്നെ ആരാ ഏൽപ്പിച്ചേക്കുന്നത്? മോഹൻ സിംഗ് ആണോ അതോ ബിജു പി ആണോ? ആരാ ഏൽപ്പിച്ചേ? പ്രീതായസ് പണിക്കറാണോ? ആരോടാ നിന്നെ ഏൽപ്പിച്ചേ? നിന്നെ ആരാ ഏൽപ്പിച്ച് വെച്ചിരിക്കുന്നേ? നീ എൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കാൻ? നിന്നെ എനിക്കറിയത്തില്ല. നിൻ്റെ പുറകിൽ ഞാൻ നടക്കുന്നില്ല. നിനക്ക് യൂട്യൂബ് ഏതായാലും ഞങ്ങൾ നോക്കാറും പോലും വരുന്നില്ല നിൻ്റെ ഇതൊന്നും. ഞങ്ങൾക്ക് അതിനൊന്നും കാണേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ടെടാ.